ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. പഴയന്നൂർ വെള്ളടിപ്പാടത്ത് വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. ഓണത്തിന് വെട്ടാൻ പാകമായി നിന്നിരുന്ന വാഴക്കുലകൾ കാട്ടാന നശിപ്പിച്ചു. കർഷകരുടെ പ്രശ്നത്തിൽ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി. പുത്തൻവീട്ടിൽ CP രാജന്റെ പറമ്പിലാണ് കാട്ടാനയുടെ വിഹാരം. മധുവിന്റെ റബ്ബർ തൈകളും പൈനാപ്പിൾ ചെടികളെയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. എളനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധത്തിലാണ് കർഷകർ. ഈ വാഴ ശരിക്കും 1000-ന് മുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കൊലയ്ക്ക് കൊടുത്തത് എനിക്ക് കിട്ടിയത്. പക്ഷേ ആ വാഴയാണ് ഇപ്പോൾ വന്നിട്ട് മൃഗത്തിൻ്റെ ആനയുടെ ശല്യം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഭീകരമായൊരു നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും നമ്മളിപ്പോൾ കണ്ടില്ലേ, ഊന്നൊക്കെ ഇട്ട് എല്ലാം ക്ലിയറായി പൊതിഞ്ഞ് കെട്ടി കൊലാതെ അല്പം പൊതിയേണ്ട സമയം കുറച്ചെണ്ണം പൊതിഞ്ഞ് ബാക്കിയുള്ളത് ഇനിയും പൊതിയാൻ നിൽക്കുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട കൊലയാണ്, ആഗസ്റ്റ് മാസത്തിൽ വെട്ടേണ്ട കൊലയാണ്, ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ വെട്ടേണ്ട കൊലയാണ്. അതാണ് ഈ കൃഷിനാശം വെച്ച് നല്ലൊരു നഷ്ടം നമുക്കുണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഇതേ രീതിയിൽ ഇവിടെ സംഭവിക്കാനുള്ള സകല സാധ്യതയുണ്ട്. ആന വന്നിട്ട് നമ്മൾ ആരും കുറ്റം പറയുന്നില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥിതികളിൽ എങ്ങനെയും ഈ രീതിയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാവുന്ന സഹായങ്ങൾ കൃഷിക്കാർക്ക് ചെയ്യുക എന്നുള്ളതല്ല, അല്ലാതെ വേറൊന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. വാർഡ് മെമ്പർ നീതു ഷൈജു, KC ജോർജ്, K രാംകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. എളനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ പ്രദേശത്ത് RRT രൂപീകരിച്ച് നൈറ്റ് പട്രോളിംഗ് നടത്തണമെന്നും ഫെൻസിംഗ് വേണമെന്നും പറയുന്നു. ആന ഇന്ന് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം രാജേട്ടന് സംഭവിച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് ഇത്തരത്തിലുള്ള നാശനഷ്ടം വരുമ്പോൾ അവർക്ക് ഇനി കൃഷി ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇല്ലാതാവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് ഒക്കെ ചെയ്ത് ആനേനെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടി അധികൃതർ എത്രയും പെട്ടെന്ന് എടുക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നാട്ടിലുള്ള ആളുകൾ ഈ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാനും ശബ്ദം കേട്ടുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുക, ആനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതുമാത്രമേ ഇപ്പോൾ നമുക്കൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ സ്വന്തം ജീവൻ ആദ്യം രക്ഷിക്കുക, പിന്നെ ഫെൻസിംഗ് ഒക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ കൃഷിനാശമൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.